ആ നന്ദ, മാഡം നിന്നെ വിളിച്ചായിരുന്നു? ഇല്ല. എന്താ ഗിരിഷേട്ടാ? എവിടെയെങ്കിലും പോകുമെന്നോ മറ്റോ സൂചിപ്പിച്ചായിരുന്നോ? ഇല്ലല്ലോ. എന്താ ഗിരിഷേട്ടാ? എടാ, നീ ദേവിക അടുത്തുണ്ടോ എന്ന് ചോദിച്ചേ. മാഡത്തിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം മറ്റോ അറിയോന്ന്? ദേവി അങ്ങനൊന്നും അറിയിക്കാറില്ലല്ലോ. ദേവി, അമ്മയ്ക്ക് ഇന്ന് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്ന് അറിയോ? അമ്മ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോവല്ലേ? ആ ഗിരിഷേട്ടാ, അമ്മ ഇന്ന് നോമിനേഷൻ കൊടുക്കല്ലേ? എടാ, മാഡം അവിടെ എത്തിയിട്ടില്ല. എന്താ? ആ അതെ, എന്തോ പ്രശ്നമുണ്ട് എന്താ. മാഡം മിസ്സിങ്ങാ. മാഡത്തെ കാണാനില്ല. എന്താ നന്ദു? അമ്മയെ കാണാനില്ലെന്ന്. ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു. പാർട്ടിക്കാരൊക്കെ ആകെ പരിഭ്രമിച്ചിരിക്കുക. ഒരു സൂചനയില്ല. എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ എന്താ മോനെ? അമ്മ എവിടെയാണെന്ന് ആർക്കും അറിയില്ലെന്ന്. ത്യാഗരാജ, സത്യം പറ. അന്ന് കാണിച്ചതുപോലെ എന്തെങ്കിലും അബദ്ധം കാണിച്ചോ? തുറന്നു പറ. എന്റെ പൊന്നു മാഡം, അന്നൊരു വീഴ്ച പറ്റി, സമ്മതിച്ചു. അതോടുകൂടി ഞാൻ നിർത്തി. മാഡത്തിനോട് ചോദിച്ചതിന് ശേഷമേ എന്തും ചെയ്യാൻ പാടുള്ളൂ എന്ന് മാഡം പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ത്യാഗരാജന്റെ മുഖം കണ്ടാ അറിയാം ത്യാഗരാജൻ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന്. തുറന്നു പറ ത്യാഗരാജ, താൻ കൊട്ടേഷൻ കൊടുത്തിട്ടാണോ പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയത്? കാര്യം പറയാതെ CP വെറുതെ സംസാരിക്കരുത്. എന്റെ വിഷയത്തിൽ കയറി CP വെറുതെ അഭിപ്രായം പറയാൻ വന്ന അതൊക്കെ എങ്ങനെ തന്റെ വിഷയമാവും? തെരഞ്ഞെടുപ്പ് കോർഡിനേറ്റ് ചെയ്യാൻ മാഡം എന്നെയാ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഇത് എന്റെയും കൂടി വിഷയമാ. നിർത്ത. നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. CP ചുമതല ഏൽപ്പിച്ചത് ഞാനാ. CP ആ ചോദിച്ചത് തെറ്റെന്താ? മാഡം, ഇത് ക്ലിയർ ചെയ്തേ പറ്റൂ. മറ്റാർക്കും ഇങ്ങനൊരു അബദ്ധം ചെയ്യാൻ തോന്നില്ല. മതി CP, ഞാൻ സംസാരിക്കാം. ത്യാഗരാജ, നോമിനേഷൻ കൊടുക്കാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട പ്രഭാവതിക്ക് പിന്നീട് എന്തായിരിക്കും സംഭവിച്ചത്? സത്യം പറഞ്ഞ എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല മാഡം. പ്രഭാവതിയുടെ മനസ്സ് പെട്ടെന്ന് മാറിയോ അതോ സിദ്ധാർത്ഥൻ ഉടക്കിയതാണോ? ഒരു ഐഡിയ ഇല്ല. ഹലോ മിനിസ്റ്റർ, ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് തെളിവ് കിട്ടുന്നവരെ ഞാൻ ആരെയും സംശയിക്കും. പ്രഭാവതിക്ക് ഇപ്പൊ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ആ മന്ത്രി പറയൂ. ചുമ്മാ നമ്പർ അടിക്കാതെ ത്യാഗരാജ. ഇതിന്റെ പുറകിൽ ത്യാഗരാജന്റെ കൈ ഉണ്ടെന്നുള്ളത് ഉറപ്പാ. കാര്യങ്ങൾ വ്യക്തമായി പറ. കുറെ നേരെ താൻ എന്നെ ചൊറിയാൻ തുടങ്ങിയിട്ട്. മാഡത്തിന്റെ മുമ്പിലായതുകൊണ്ട് ഞാൻ ഈ ക്ഷമിക്കുന്നത്. ഇനിയും മാഡത്തെ ഓരോ അബദ്ധത്തിൽ ചാടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്ന് വെച്ചാ ഞാൻ അബദ്ധത്തിൽ കൊണ്ട് ചാടിച്ചെന്നോ? ഞാൻ എന്താ അബദ്ധത്തിലാ ചാടിച്ചത്? ഒരെണ്ണം പറ. ഒന്നോ? പറയാൻ 100 എണ്ണം ഉണ്ട്. 100. എന്നാ അത് പറ. അത് പറഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ. പറയണോ ഞാൻ? നിർത്ത. ഞാനിവിടെ നിൽക്കുന്നത് അറിയാൻ വയ്യേ? അതോ എനിക്ക് വില തരണ്ടെന്ന് വിചാരിച്ചോ? എന്റെ മുമ്പിൽ വെച്ച് തന്നെ തർക്കമല്ലേ? സോറി മാഡം, എന്റെ ആത്മാർത്ഥയെ ചോദ്യം ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. താനെല്ലാം സഹിക്കണം. സിപി ചെല്ലേ, ഞാൻ വിളിക്കാം. ശരി. ചെല്ല്. ത്യാഗരാജ, ഇവിടെ ദേവികയുടെ വിജയത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നത്. പ്രഭാവതിയെ കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ മറ്റാരേക്കാളും നമ്മുടെ ആവശ്യം. അതിനിടയിൽ നമുക്കുള്ളിൽ തന്നെ വഴക്കും ബഹളൊന്നും വേണ്ട. സോറി മാഡം. ത്യാഗരാജൻ പോയിക്കോ. കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ മാഡം.